പ്രവാചകനായ മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും സ്വർഗാരോഹണം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. പ്രവാചകനായ മുഹമ്മദ് നബി മിഅ്റാജ്. മുഹമ്മദ് നബി സ്വർഗാരോഹണം മിറാജ് നടത്തിയത് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയും അൽ അഖ്സ മോസ്ക് അതിനോട് ചേർന്നുള്ള പാറയുടെ പള്ളിയും ഡോം ഓഫ് ദ റോക്ക് കുബ്ബത്തു സ്വഖറ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുനിന്നുമാണ്. സ്ഥലം ടെമ്പിൾ മൗണ്ട് ബൈ അൽ ഹറം അൽ ഷെരീഫ്. ടെമ്പിൾ മൗണ്ട് ബൈ അൽ ഹറാം അൽ ഷെരീഫ്, ജെറുസലേം. പ്രത്യേകതകൾ: വിശുദ്ധ പാറ, ഫൗണ്ടേഷൻ സ്റ്റോൺ, ഡോം ഓഫ് ദ റോക്ക്. പള്ളിക്കുള്ളിലെ വലിയൊരു പാറയിൽ നിന്നാണ് പ്രവാചകൻ ബുറാഖ് എന്ന വാഹനത്തിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് ഇസ്ലാമിക പാരമ്പര്യം വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലം മക്കയിലെ മസ്ജിദുൽ ഹറം, മദീനയിലെ മസ്ജിദുൻ നബവി എന്നിവ കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും വിശുദ്ധമായ മൂന്നാമത്തെ സ്ഥലമാണിത്. ആദ്യത്തെ കിബ്ല, മുസ്ലിങ്ങൾ നമസ്കാരത്തിനായി തിരിഞ്ഞുനിന്നിരുന്ന ആദ്യത്തെ ദിക്കായിരുന്നു ജെറുസലേം. ഇസ്രാ മൈനസ് മിഅ്റാജ് സംഭവം: മക്കയിൽ നിന്ന് ഒരൊറ്റ രാത്രികൊണ്ട് ജെറുസലേമിലേക്കുള്ള പ്രവാചകന്റെ യാത്രയെ ഇസ്രാ എന്നും അവിടെ നിന്ന് 7 ആകാശങ്ങളും താണ്ടി സ്വർഗ്ഗത്തിലേക്ക് നടത്തിയ യാത്രയെ മിഅ്റാജ് എന്നും വിളിക്കുന്നു. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട നിമിഷം: ഈ സ്വർഗാരോഹണവേളയിലാണ് മുസ്ലിങ്ങൾക്ക് ദിവസേനയുള്ള 5 സമയത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. 2. യേശുക്രിസ്തു ഈസാ നബി. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് പുനരുത്ഥാനത്തിന് ഉയിർത്തെഴുന്നേൽപ്പ് ശേഷം 40-ാം ദിവസം യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ജെറുസലേമിന് സമീപമുള്ള ഒലിവ് മലയിൽ മൗണ്ട് ഓഫ് ഓളീവ്സ് വച്ചാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈസാ നബിയെ കുരിശിലേറ്റിയിട്ടില്ലെന്നും ദൈവം അദ്ദേഹത്തെ ജീവനോടെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുകയാണുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്ഥലം ഒലിവ് മല, മൗണ്ട് ഓഫ് ഓളീവ്സ്, ജെറുസലേം. പ്രത്യേകതകൾ: ചാപ്പൽ ഓഫ് ദി അസെൻഷൻ. ചാപ്പൽ ഓഫ് ദി അസെൻഷൻ ഒലിവ് മലയുടെ മുകളിൽ യേശു സ്വർഗ്ഗത്തിലേക്ക് ഉയർന്ന ഭാഗത്ത് ഇന്നൊരു ചെറിയ പള്ളിയും ചാപ്പൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിലെ ഒരു കല്ലിൽ യേശുവിന്റെ കാൽപ്പാടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിഷ്യന്മാരുടെ സാന്നിധ്യം: യേശു തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ശേഷം അവരുടെ കൺമുന്നിൽ വച്ചാണ് മേഘങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് ബൈബിൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അനുപാതം 1:9-11 വ്യക്തമാക്കുന്നു. വീണ്ടും മടങ്ങിവരവ്: യേശു എങ്ങനെയാണോ സ്വർഗ്ഗത്തിലേക്ക് പോയത് അതുപോലെ തന്നെ ലോകാവസാന കാലത്ത് തിരികെ വരുമെന്ന് മാലാഖമാർ ശിഷ്യന്മാരെ അറിയിച്ച സ്ഥലമാണിത്. പഴയ നിയമ പ്രവചനങ്ങൾ: പഴയ നിയമ പ്രവാചകനായ സഖര്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ഒലിവ് മലയെക്കുറിച്ച് പരാമർശമുണ്ട്. സംഗ്രഹം: 2 മഹത് വ്യക്തികളുടെയും സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ജെറുസലേം നഗരമാണ്. അതുകൊണ്ടുതന്നെയാണ് ജെറുസലേം ഇസ്ലാം, ക്രിസ്തുമതം, ജൂതമതം എന്നീ 3 പ്രമുഖ മതങ്ങൾക്കും ഒരുപോലെ വിശുദ്ധ നഗരമായി മാറുന്നത്.